കോവളത്തിന്റെ കടൽത്തീരം ഉത്സവ അന്തരീക്ഷത്തിലാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരികളും അങ്ങേയറ്റം ആഹ്ലാദിക്കുന്ന അതിനവീനമായിട്ടുള്ള ആശയങ്ങൾ ഈ ആകാശത്തിലേക്ക് പടരുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു ഉത്സവം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബീച്ച് ഫെസ്റ്റിവൽ. അതും വെറും ഫെസ്റ്റിവൽ അല്ല, സ്റ്റാർട്ടപ്പ് മിഷൻസിന്റെ ഒരുപാട് ചെറുപ്പക്കാരുടെ നവീനമായിട്ടുള്ള ആശയങ്ങളുടെ അതിഗംഭീരമായ ഉത്സവം. എന്നെപ്പോലൊരാൾക്ക്, നിങ്ങളെപ്പോലൊരാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളിലൂടെ നടന്നു പോകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു വേദിയാണിത് എന്നത് പറയാതെ വയ്യ. കാരണം എന്താ അറിയോ, ഏകദേശം ഒരു 3000-ഓളം സ്റ്റാർട്ടപ്പിൻ്റെ ആൾക്കാർ സ്റ്റാർട്ടപ്പ് മിഷൻ ഓർഗനൈസ് ചെയ്യുന്ന ഈ പരിപാടിയിലുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് 150ഓളം മെൻറ്റേഴ്സ്, 150ഓളം നിക്ഷേപകർ ഒക്കെ ഒരുമിക്കുന്നൊരു മഹാസംഗമമാണ് ഈ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ആ സ്വപ്നങ്ങളിലേക്ക് നടക്കുകയാണ്. 6ാമത് എഡിഷനാണ് ഹഡിൽ ഗ്ലോബൽ 2024. നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ നമ്മുടെ ചിന്തകളെ എങ്ങനെ ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ള ആശയങ്ങളുടെ നിറവിൽ ഒക്കെ നിൽക്കപ്പെടുന്ന, ഒക്കെ ചെയ്യപ്പെടുന്ന ഒരു വലിയ വേദി. ഇന്നത്തെ വിശേഷങ്ങൾ ഓരോന്നും പുതുമയുള്ളതാണ്, സ്വപ്നങ്ങളുടെ നിറമുള്ളതാണ്. എൻ്റെ ചുറ്റിലും മുന്നിലും പിന്നിലും വശങ്ങളിലും ഒക്കെ ആയിട്ട് ഈ നിൽക്കുന്ന മനുഷ്യരൊക്കെയും ആശയങ്ങളുമായി വന്നവരാണ്. ഏറ്റവും മികച്ച സംഘാടന മികവിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ മേള. 6ാമത് എഡിഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിജയത്തിൻ്റെ വലിയൊരു തീരത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. (2024) has been really good for Kerala's startup ecosystem. The Government of India's Department of Industry and Trade announced Kerala as the best performing state as part of their yearly state startup ranking framework. While it was a great endorsement for the good work that we have done, it came as no surprise either, because over the last 8 years plus there has been a paradigm shift in Kerala's startup ecosystem. മീറ്റ് മിസ് താര, എൻ്റെ സ്വന്തം താരയാണ് കേട്ടോ. വന്നപ്പോൾ താരയാണ് വെൽക്കം ചെയ്തത്. ഐഹബ് റോബോട്ടിക്സിന്റെ ടീമാണ്. ഇതിനൊരു വലിയ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ തന്നെ കംപ്ലീറ്റ്ലി ജനറേറ്റ് ചെയ്യപ്പെട്ട, അല്ലെ, നിർമ്മിക്കപ്പെട്ട ഒരു റോബോട്ടാണ്. എത്ര നാളായി നിങ്ങളുടെ ഈ കമ്പനി? 3 years. എന്തൊക്കെ ചെയ്യും താര? ഇപ്പൊ ഹ്യൂമൻ ഇന്ററാക്ഷൻ ചെയ്യും, അതുപോലെ തന്നെ ഹാൻഡ്സ് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ ഹാൻഡ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നത്. ലോകമറിയപ്പെടുന്ന മുഖങ്ങളാണ് ഇവിടുത്തെ ഈ വേദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ISROയുടെ തലപ്പത്തുള്ള ഒരു മഹാമനുഷ്യന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാകുന്ന ഒരു വേദി. ഇത് റമീസ്, ഇത് രാഹുൽ. ഇവരുടെ ടീം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്, പണ്ട് നമ്മൾ ട്യൂഷൻ എടുക്കുമായിരുന്നല്ലോ നമ്മുടെ കുട്ടികൾക്കൊക്കെ, അത് ഏകദേശം ഒരു 5000-ഓളം കുട്ടികൾക്ക്, 5000-ഓളം ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പറ്റുന്നത് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്റർവെൽ എന്ന സ്റ്റാർട്ടപ്പ് മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ചെയ്തത്? നമ്മൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ക്ലാസ്സസ് കൊടുക്കുകയാണ്. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് 1000-ൽ പരം കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 60-ൽ പരം രാജ്യങ്ങളിൽ നമ്മൾക്ക് സ്റ്റുഡൻസ്. നമ്മളല്ലോ ഇനി ഒരുമിച്ച് ഈ വ്ലോഗിലൂടെ, നവകേരളം വ്ലോഗിലൂടെ നേരെ പവലിയനിലേക്ക് പോവാണ്. ഈ പവലിയനിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. എമർജിംഗ് ടെക്നോളജി സോണാണ്. പല ആശയങ്ങളും കേട്ടാണ്ടല്ലോ നമ്മുടെ തലച്ചോറ് ബൂം, നമ്മൾ ഞെട്ടിപ്പോകുന്ന ആശയങ്ങളാണ്. ഈ വേദിയിൽ എന്നെ ഏറ്റവും ആകർഷിച്ചതെന്ന് പറയുന്നത് ഒരുപാട് പ്രോഡക്റ്റ് ലോഞ്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിപ്പോൾ പെർഫ്യൂംസ് ആകട്ടെ, അതല്ല എങ്കിൽ മറ്റു പുതിയ ഈ ഗാഡ്ജറ്റ്സ് ആകട്ടെ. എന്നെ ഏറ്റവും ആകർഷിച്ചൊരു ഗംഭീര സാധനമാണ് എലിക്സർ എന്നൊരു ബ്രാൻഡിൻ്റെ പുതിയൊരു പ്രോഡക്റ്റ്. എന്താ സംഗതി എന്നറിയോ? ഡയമണ്ട്സ്. നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഡയമണ്ട് അല്ല, മലയാളിയായ കുറച്ച് ചെറുപ്പക്കാർ ഒരുക്കിയെടുക്കുന്ന കൃത്രിമ ഡയമണ്ട്. ആക്ച്വലി ലാബ് ഗ്രോൺ ഡയമണ്ട്സ് എന്ന് തന്നെ പറയും. സോ എല്ലാ ജ്വല്ലറി അടുത്തും കാണുന്നത് നാച്ചുറൽ ഡയമണ്ട് എന്നൊരു കോൺസെപ്റ്റാണ്. അതെ. സോ നാച്ചുറൽ ഡയമണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തിന്റെ അടിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന ആ ഒരു ബിഗ് പ്രോസസ്സിനെയാണ്
നാച്ചുറൽ ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാബിൽ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ ഉണ്ടാകുന്നതാണ് ഈ ഡയമണ്ട്. മനസ്സിലായി. ഇത് ഒരു ലാഗ്രോൺ ഡയമണ്ട് ആണ്, ഇതൊരു നാച്ചുറൽ ഡയമണ്ട് ആണ്. ഇത് തമ്മിൽ ഫിസിക്കലി കെമിക്കലി ഒപ്റ്റിക്കലി ഒരു ചേഞ്ചും തന്നെ ഇല്ല. വിലയിൽ ഇത് 5 ലക്ഷം രൂപയാണ്, ഇത് 50,000 രൂപ. അതാണ് വ്യത്യാസം. കണ്ടോ എന്ത് എളുപ്പം നോക്കിയേ. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ആരുമായിട്ടൊരു പരാതിയും ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അതനുസരിച്ചോളും. കേരളത്തിൽ ഒരുപാട് വേദികളിൽ പോപ്പുലറായി മാറിയ ബെന്നാണ് എൻ്റെ കൂടെ ഉള്ളത്. പക്ഷേ ഇതിനെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഈ എക്സ്പോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കൊറിയ, ചൈന, യുഎസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഡിഫൻസിൽ വരെ യൂസ് ചെയ്യുന്ന പട്ടിയാണിത്. അല്ലേ? ആരോ ചോദിക്കുക ഒരെണ്ണത്തിന് അങ്ങ് മേടിച്ചാലോ. കഴിവുള്ള സ്ത്രീകളുടെ ആശയങ്ങളെ, അവരുടെ എഫേർട്ടിനെ, അവരുടെ റിസർച്ചിനെ, അവരുടെ വരാനിരിക്കുന്ന ഭാവിയെ ചേർത്ത് പിടിക്കാനും നമുക്ക് ഈ വേദികളിലൂടെ ആകുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ കൂടെ മിടുക്കികളായിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സാണുള്ളത് അല്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള മേഖലകളിൽ ചെറിയ ചെയ്ത് കഴിഞ്ഞവരാണ്. എന്താ പേര്? വിദ്യ, രേഷ്മ, ബിന്ദിയ, ഡോക്ടർ മേഘ. ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ആശയങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. ഏകദേശം 1.5 വർഷ കാലയളവിലുള്ള സമയത്തിനിടയിൽ ഇവരുടെ മനസ്സിൽ വിരിഞ്ഞ ആശയങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് യാഥാർത്ഥ്യമായി കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ഒരു വിമൻ റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ സ്റ്റോളിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്ങനെ പോകുന്നു? ഞാൻ ബേസിക്കലി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സെൽഫ് ഹീലിംഗ് കോൺക്രീറ്റിലാണ്. സോ അതിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ സിമെന്റ് മോട്ടർ അതിനകത്തോട്ട് ഈ ഒരു കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ ചെറിയ ക്രാക്ക് ഒക്കെ ഇനീഷ്യലി തന്നെ സീലാവും. സോ അത് വലിയ ക്രാക്കിലേക്ക് പോകാതെ നമുക്കൊരു ബിൽഡിംഗ് സേവ് ചെയ്യാൻ പറ്റും. സിമെന്റ് ഉപയോഗം കുറയ്ക്കാം. ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ആവശ്യക്കാരുള്ള ഒരു സംഗതിയാണ്. നമ്മളാണെങ്കിൽ ഉണ്ടാക്കുന്നത് എന്താണാവോ? ഞാൻ ചെയ്തത് പ്രൊബയോട്ടിക് പൗഡർ ആണ്. പ്രൊബയോട്ടിക് പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ വെൽനെസ് അതുപോലെ ഗട്ട് വെൽനെസ്സിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പേരൻസും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സും ടീച്ചേഴ്സും അവരില്ലാതെ തന്നെ അവർക്ക് ലേണിംഗ് എബിലിറ്റീസ് കൂട്ടാനും അതിലൂടെ അവർക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അത് വർദ്ധിപ്പിക്കാനുള്ള ഡിവൈസാണ്. ഞാൻ ചെറുതേനീച്ചയിലാണ് റിസർച്ച് ചെയ്യുന്നത്. നിലവിൽ ചെറുതേനീച്ചയിൽ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഹാർവെസ്റ്റ് മെത്തേഡ് ഇല്ല. അപ്പം ചെറുതേനീച്ചയിലൊരു സിസ്റ്റമാറ്റിക് ഹൈജീനിക് ആയിട്ടുള്ള ഹാർവെസ്റ്റ് മെത്തേഡ് കൊണ്ടുവരിക. ഈ പറഞ്ഞ നമ്മുടെ പ്രകൃതിയുടെ അടിസ്ഥാന ഘടകമാണ് തേനീച്ചകൾ അല്ലേ? അപ്പൊ അതുങ്ങളെ വലിയ ബുദ്ധിമുട്ട് ചെയ്യാതെ അവർക്കൊരു കംഫർട്ടബിൾ സോൺ ഒരുക്കി അവരെ ചൂഷണം ചെയ്യാതെ തേനെടുക്കുക എന്നതാണ് പ്ലാൻ. എൻ്റെ ഒരു ഫുഡ് ഫോർമുലേഷൻ ആണ്, ഒരു ഹെൽത്ത് മിക്സ് ആണ്. അതിനകത്ത് omega-3, omega-6 എൻറിച്ച്ഡ് ആയിട്ടുള്ളത് വിത്ത് കാർഡിയോപ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. പക്ഷേ കൊറിയൻ സിനിമയിലോ കൊറിയൻ സീരീസിലോ ഒക്കെ അഭിനയിക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്നില്ലേ? ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇവരൊക്കെ ചേർന്ന് ഇവരുടെ ആശയങ്ങളെ നമ്മളിലേക്ക് ഇത്രയും മനോഹരമായിട്ട് എത്തിക്കുമ്പോൾ കൈയടിച്ച് അഭിനന്ദിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് പറയാനാകും. ഇത്തരം ഇന്നിപ്പോൾ നമുക്ക് ഈ സംഭവിക്കുന്ന ഹഡിൽ പോലെയുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ഓൺടർപ്രണേഴ്സിന് ഉണ്ടാകുന്നൊരു നേട്ടം? നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ തവണ ജൈടെക്സിന് ദുബായിൽ പോയപ്പോൾ പോലും അവിടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ളവർ വന്നിട്ട് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷന് മാത്രം 25 സ്റ്റോളുകൾ എന്നുള്ളത്. കേരളത്തിനെ പിടിച്ചു കുലുക്കിയ ഹൃദയത്തിലൊരു നൊമ്പരമായി മാറിയൊരു സംഗതിയാണ് നമ്മുടെ ആമയിഴഞ്ചാം തോട്ടിലെ ജോയിച്ചേട്ടൻ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഏറ്റവും ഉപകരിച്ചതും ഈ കാണുന്ന സംഗതി കേട്ടോ, ബാൻഡിക്കൂട്ട് എന്ന് പറയുന്ന ഇവരുടെ റോബോട്ട്. നമ്മുടെ കമ്പനിയുടെ പേരെന്താ? ജെൻ റോബോട്ടിക്സ്. എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്?
മാൻഹോൾ ക്ലീനിങ് ആണ് മെയിനായിട്ട് വരുന്നത്. നമുക്കിത് സ്റ്റാൻഡിംഗ് യൂണിറ്റ് ആണ്, ഇത് ഡ്രോൺ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റ് താഴോട്ട് പോയി വേസ്റ്റ് കളക്ട് ചെയ്ത് മേലെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ കേട്ടോ. ഞാനുണ്ടല്ലോ അലഞ്ഞ് തിരിഞ്ഞ് നന്നായിട്ട് ക്ഷീണിച്ചു. എനിക്കിപ്പോൾ ഒരു ഷവർമ കഴിക്കണം. അതിൽ ബീഫ് പാടില്ല, അതിൽ ചിക്കൻ പാടില്ല, അതിൽ മട്ടൻ പാടില്ല. എനിക്ക് നല്ല പ്ലാന്റ് ബേസ്ഡ് ഷവർമ പറ്റുമോ? പറ്റും. ഇതാ ഈ ഇരിക്കുന്നതുണ്ടല്ലോ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ടീമിൻ്റെ തന്നെ ഒരു നല്ല ആശയമാണ്. ഈ സംഗതി പ്ലാന്റ് ബേസ്ഡ് ഷവർമയാണ് അല്ലേ? ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിനകത്ത് ഓയിൽ, ഷുഗർ, മിൽക്ക്, പ്രിസർവേറ്റീവ് ഒന്നുമില്ല. റിച്ച് ഇൻ പ്രോട്ടീൻ, റിച്ച് ഇൻ ഫൈബർ. നമ്മൾ സിംഗപ്പൂർ ബേസ്ഡ് ഒരു സ്റ്റാർട്ടപ്പ് ആണ്. മാത്രമല്ല ഇതിന്റെ എല്ലാത്തിന്റെയും ഗുണങ്ങൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ വെറുതെ മൃഗങ്ങളെ കൊല്ലുണ്ടല്ലോ അല്ലേ? പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ആശയം. ആശയങ്ങളുടെ വട്ടമേശ സമ്മേളനം, അതാണ് സത്യത്തിൽ നമ്മുടെ മുമ്പ് നടക്കുന്നത്. ഇതിന്റെ ചുറ്റും ഈ കാണുന്നത് അത്തരത്തിലുള്ള ആശയങ്ങളെ, നമ്മുടെ ആശയങ്ങളെ വലിയ സീനിയർ പോസ്റ്റിലിരിക്കുന്ന കോർപ്പറേറ്റിന്റെ പ്രതിനിധികളോട് പറയാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. എൻ്റെ കൂടെ ഏറ്റവും ബഹുമാനപ്പെട്ട തേജസ് റാവു സർ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഹൗ യു ഡൂയിങ് നൗ? Doing well, thank you. And how you feel? What is happening around you? What you gain from this? What are your expectations? The startup area where the stalls are, that was really well organized. I did not expect to see so many interesting startups for us, right? So for as a company that looks at construction technology, it's not easy to come across startups, right? So the kind of startups that I saw and I met, really fantastic. ഒരുപാട് പേര് അവരുടെ ജീവിതം കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളിൽ നിന്ന് പുതിയ ജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശേണ്ടത് എങ്ങനെ എന്ന് കണ്ടെത്തുകയാണ്. എന്ത് മനോഹരമായ ആശയമാണ്. സ്കെയിൽ അപ്പ്, ഹഡിൽ അപ്പ്. ഞാനൊരല്പം ശബ്ദം കുറച്ച് സംസാരിക്കുന്നത് ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത് ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഗ്ലോബലി ഉള്ള മനുഷ്യർ അവരുടെ ഓൺടർപ്രണർഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തു തരികയാണ്. പല വിഭാഗമാണ്, പല സംഭവമാണ്, വൺ സെറ്റപ്പാണ്. സസ്റ്റൈനബിൾ സോണിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതിൽ 2-3 ബിസ്ക്കറ്റ് കഴിച്ചാൽ പിന്നെ വലിയ വിശപ്പൊന്നും വരില്ല. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ. ഇത് കണ്ടുപിടിച്ചതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. സംഗതി ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഭാരതത്തിന് മാത്രമല്ല ലോകത്താകമാനം മാതൃകയാക്കാവുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് ഡെവലപ്പ് ആയത് അല്ലേ? അപ്പോൾ പേരെന്താണ് നമ്മുടെ? നജീബ് എന്ന പേര്. നജീബിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. ഞങ്ങളൊരു വിദ്യാർത്ഥി സംരംഭമായി തുടങ്ങിയ കമ്പനിയാണ്. സഹൃദയ കോളേജിൽ തൃശ്ശൂരിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കടലിനടിയിലെ പ്രത്യേക ചെടികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബിസ്ക്കറ്റുകൾ, ആൽഗകൾ എന്ന് പറയും. അപ്പോൾ ഇതിന് ഒരുപാട് കാർബൺ ഒക്കെ വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ കാർബൺ വലിച്ചെടുത്ത് അതുണ്ടാവുന്ന ആൽഗ ഉപയോഗിച്ചിട്ടുള്ള ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ബിസ്ക്കറ്റുകളാണ് നിർമ്മിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഈ ഫുഡിൻ്റെ കാര്യത്തിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും മികച്ച ക്വാളിറ്റി ഭക്ഷണമാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ഇവിടെ വരുന്ന ഓരോ ഡെലിഗേറ്റ്സിനും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ഇച്ചിരി തട്ടാം. ഭക്ഷണം കഴിഞ്ഞു, മനോഹരമായ ഭക്ഷണം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ച് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായിട്ടുള്ള കോവളത്ത് ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായ മണൽ തീരത്ത് കുറച്ചു നേരം വന്ന് വിശ്രമിക്കണ്ടേ? രണ്ടായിരത്തി 2006 ഈ സ്റ്റാർട്ടപ്പ് മിഷൻ വരുമ്പോൾ
2006 ശേഷം നമ്മുടെ ഈ പറഞ്ഞ പോലെയുള്ളൊരു വലിയ മീറ്റപ്പ് ഇവർക്ക് വേണ്ടിയിട്ട്, സംരംഭകർക്ക് വേണ്ടിയിട്ട് ഡെലിഗേറ്റ് പാസോട് കൂടിയൊക്കെ വെക്കുമ്പോൾ 300 പേരായിരുന്നു അതിനകത്ത് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ഏകദേശം 300 പേര്. അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഈ 6ാമത് എഡിഷനിൽ 6000-ഓളം സംരംഭകരാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൻ്റെ കമ്പനികളാണ് വന്ന് നിറയുന്നതെന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്, അഭിമാനമാണ്, ഒരു വലിയ നേട്ടമാണ്. നമ്മൾ മലയാളികൾക്ക് പലപ്പോഴും നമ്മൾ തഴയപ്പെടുന്നു എന്നൊക്കെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും വലിയ മതിപ്പില്ല. ഒന്നുകിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ യഥാർത്ഥ നേട്ടങ്ങൾ പലരും അറിയുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത്, അതും 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് ജമ്പ് ചെയ്തൊരു സംസ്ഥാനമുണ്ട്. അറിയോ? നമ്മുടെ കേരളം, നമ്മുടെ സ്വന്തം കേരളം. അതും കേന്ദ്ര ഏജൻസികളുടെ പഠന റിപ്പോർട്ടായിട്ടാണ് നമ്മൾ 1ാം സ്ഥാനത്തെത്തിയത്. എത്ര പേർക്കറിയാം? ആ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു നേട്ടം കൂടിയാണ് ഹഡിൽ ഗ്ലോബൽ 2024 എന്ന സ്റ്റാർട്ടപ്പ് മിഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ ബീച്ച് ഫെസ്റ്റിവൽ. നേരം ഒരുപാടായി വലിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നല്ലോ. ഇവിടെ ഈ വരുന്നവരുടെ എക്സ്പീരിയൻസ് എന്താണ് പേര്? ഇന്ദുജ. എന്തിനാ ഇവിടെ വന്നേ? എനിക്ക് എന്താ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എക്സ്പ്ലോർ ചെയ്തോ? ഡെഫിനറ്റ്ലി. എന്തൊക്കെയാണ് നമുക്ക് അതിന് ഗെയിൻ ചെയ്യാൻ? ഞാൻ ഇന്ന് കണ്ടതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തോന്നിയത്, അതായത് ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ. അത് ക്യാൻസർ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് ശേഷം അവരുടെ പെയിൻ ലെസൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക് ബ്രസ്റ്റ്, അതായത് നഷ്ടപ്പെട്ടവർക്ക് ബ്രസ്റ്റ് റീപ്ലേസ് ചെയ്യാം. സിലിക്കൺ ഉണ്ടായിരുന്നു, ബ്രസ്റ്റിന്റെ മോഡൽ ഉണ്ടായിരുന്നു. സോ ഐ ഫെൽ സോ ഗുഡ്. അതായത് ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും ബഹുമാനപ്പെട്ട ഫിൻലൻഡിന്റെ കോൺസുലേറ്റ് ജനറൽ ആയിട്ടുള്ള എറിക് അഫ് ഹാൽസ്റ്റോം ആണ്. ഗുഡ് മോർണിംഗ് സർ. സോ ഹൗ ഇസ് ഇറ്റ് ഡൂയിങ്? Yes, thank you. It's a very exciting experience. Something interesting happens all the time, and I have personally also learned a lot of new things and new information about Kerala, about Finland, and about possibilities to develop relations between Kerala and Finland. ചെറുപ്പം ഉത്സവ അന്തരീക്ഷത്തിലാണ്. ഗായത്രി ഉണ്ട് എൻ്റെ കൂടെ. സുഖമായിട്ടിരിക്കുന്നു തോന്നുന്നു. ശരി, എന്താണ് നമ്മുടെ ഇത്തവണത്തെ പ്ലാൻ? ഈ ഒരു തുമ്പിയുടെ 10 feet by 7 feet ലോങ് ആയിട്ടുള്ള ഒരു തുമ്പിയാണ്. അതിൽ ഡെക്കോ പീസ് ആണ്. അതിൽ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പേസിലെ എയറിലെ ടോക്സിൻസും ഓർഡറും ഒക്കെ വലിച്ചെടുക്കും. നമ്മുടെ എയർ ക്വാളിറ്റി ബെറ്റർ ആണ്. ഏറ്റവും കർമ്മനിരതരായിട്ടുള്ള ജനപ്രതിനിധികളിൽ ഒരാളാണ് സതീഷ് സാർ. എന്താണ് ഇതുവഴി സാറ് കാണുന്ന ഒരു പ്രത്യേകത? ഹഡിൽ ഗ്ലോബൽ 2024 യഥാർത്ഥത്തിൽ നവകേരളം ഒരു സ്വപ്നമല്ല, ആകാശ കുസുമമല്ല, കയ്യെത്തിപ്പിടിക്കാവുന്ന യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ നടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ കാണാൻ കാത്തു നിന്ന വ്യക്തിത്വമാണ് കേട്ടോ. അനൂപ് അംബിക എന്നൊരൊറ്റ പേര് ഈ പറഞ്ഞ പോലെ എത്രയോ നാളായിട്ട് മലയാളി സ്റ്റാർട്ടപ്പ് മാത്രമല്ല, ഏറ്റവും ഒരുപാട് ഹൃദയം കൊണ്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കുകളുള്ള ഒരു മനുഷ്യനാണ്. ഒരു മായാനഗരിയിൽ എത്തിയതുപോലെയാണ് എനിക്ക് സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് തോന്നിയത്. എങ്ങനെ വിലയിരുത്തുന്നു 6ാമത് എഡിഷനെ? ഇത്തവണ നമ്മൾ ആകെ ചെയ്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളം ചെയ്യുന്ന ചില വലിയ വലിയ പ്രോജക്റ്റുകൾ, ഇപ്പോൾ ഹൈഡ്രജൻ വാലി, ജീനോം ഡേറ്റ സെന്റർ, റിന്യൂവബിൾ എനർജീസ്, ഈ ചില സെക്ടറുകളിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു. അപ്പോൾ ഇത് പലപ്പോഴും പൊതുജനങ്ങളിലേക്ക് എത്താറില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള 4 മേജർ സെക്ടേഴ്സിനെ ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുക, ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു എമേർജിംഗ് ടെക്നോളജി ഹബ്ബ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തു. കേരളത്തിന്റെ ഏകദേശം 20ഓളം സെക്ടേഴ്സിനെ പഠിച്ചതിന് ശേഷം 5 സെക്ടേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിലൊന്ന് കൃഷിയും ഭക്ഷ്യ സംസ്കരണവും, സ്പേസ് ടെക്നോളജി, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഓഡിയോ വിഷ്വൽ, ഗെയിമിംഗ്, കമ്മ്യൂണിക്കേഷൻസ്, VFX അങ്ങനെയുള്ള ഇത്, റിന്യൂവബിൾ എനർജി, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ്. ഇങ്ങനെ 5 മേഖലകളിലായിട്ട് നമ്മളുടെ പ്രധാനപ്പെട്ട പരിപാടികളെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഗ്ലോബൽ സിംഗിൽ നിന്ന് രാഷ്മി, ബാംഗ്ലൂർ നിവാസിയാണ്. സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ? Awesome. It is really a very good platform where all the private sectors and all the kind of sectors has a very good opportunity where they can come and explore. ആൻഡ് ഡെബോലിന മുഖർജി, ഒരുപക്ഷെ നമ്മുടെ ഈ മേഖലയിലേക്ക് ഒരുപാട് രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. Well, this is really great. So last year I couldn't be a part of this. Correct. But I did hear the kind of positive noise the event made, which compelled us to be here. So I'm happy to be here, and it's really, really great. ചെറുപ്പത്തിന്റെ സാധ്യതകളെ അവരുടെ ആകാശങ്ങളിൽ, അവരുടെ കടലുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ചെറിഷ് ചെയ്യുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന മൊമെന്റിലാണ് ഞാനുള്ളത്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളതും കുറേ ഏറെ ചെറുപ്പക്കാരാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടി ഇതിന്ന്? ഞങ്ങൾക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നമ്മളൊരു ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ പാർട്ടായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറെ കണക്ഷൻസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞു പോയ കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ഒരു ഗ്ലാമർ മേഖല പോലെ ബിസിനസ്സും വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഈ ആശയങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. ഒരു IFFKയുടെ ഒരു ഫീൽഡിലൊക്കെ ഇതുപോലൊരു ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഒരു ഫെസ്റ്റ് നടക്കുക എന്നൊക്കെ പറയുന്നത്, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മളിപ്പോൾ നാട്ടിൽ കുറച്ച് കാലമായി നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് സമ്മിറ്റ് വരുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു 42 പ്രിപ്പറേറ്ററി മീറ്റിംഗ്സ് നടത്തിയിരുന്നു. ഞങ്ങൾ സംരംഭക സംഗമം നടത്തിയിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. ഒരു മേക്കിംഗ് ഓവർ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളം നല്ലൊരു സ്ഥലമാണെന്നുള്ളൊരു അനുഭവം, യാഥാർത്ഥ്യം സമൂഹത്തിലേക്ക് കുറേയേറെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഓരോ ഇവൻറ്റുകളും നമുക്ക് കുറേ കൂടി മൂലധനം ആകർഷിക്കുന്നതിനും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരം ഉറപ്പുവരുത്തുന്നതിനും സഹായകരമായിരിക്കും. നമ്മളൊരു 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് വന്നായിരുന്നു. പലരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കണ്ടില്ല. അതിൻ്റെ പിന്നിലെടുത്ത എഫേർട്സ് എന്തൊക്കെയാണ്? അതെ, നമുക്കിപ്പോൾ എല്ലാ വകുപ്പുകളുടെ ഒരു ഏകോപനം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നേരത്തെ 28 ആയിരുന്നു, നമ്മൾ പിന്നെ 15 ആയി. ഇപ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് ഇക്കോസിസ്റ്റം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിലാണ് എന്ന് യൂണിയൻ ഗവൺമെൻറ് തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു അവസരമാണ് തുറന്നു തന്നിട്ടുള്ളത്. ഇത് റൈറ്റ് ടൈമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉണർന്ന് എല്ലാവരും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു 15 വർഷത്തിനുള്ളിൽ കേരളം ഹൈടെക് നോളജ് ഇൻഡസ്ട്രികളുടെ ലോകത്തിൻ്റെ തന്നെ ഹബ്ബായി മാറാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് വിഴിഞ്ഞം വന്നിരിക്കുന്നു. അതിൻ്റേതായ പൊട്ടൻഷ്യൽ കുറേ കൂടിയുണ്ട്. അതെല്ലാം പരമാവധി ഉപയോഗിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. താങ്ക് യു സർ. ടെക്നോളജിയോടൊപ്പം ചേർന്ന് നമ്മൾ ജീവിക്കുന്ന കാലം വിദൂരമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 വരുമ്പോൾ ഒരു എമേർജിംഗ് ടെക്നോളജി ഹബ്ബ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നിമിഷങ്ങളെ ആയുള്ളൂ. നാളെ എന്നത് നമ്മുടെ മുമ്പിൽ തന്നെ കാണുന്ന ഒരു വമ്പൻ വേദിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നവകേരളം വ്ലോഗിൽ കണ്ടത്. നമ്മൾ ഈ കാണുന്നത് പോലെ ചുറ്റും മനുഷ്യരോളം പ്രിയപ്പെട്ട റോബോട്ടുകൾ നിറയുന്ന ഈ കാലം. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നവകേരളത്തിൻ്റെ കഥ ഇവിടെ തീരുന്നില്ല. അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ബൈ ഫ്രം ഫിറോസ്.